ഇടുക്കിയിൽ കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ. പൂച്ചപ്രയിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. മഴക്കെടുതിയെ തുടർന്ന് വെള്ളിയാമറ്റം വില്ലേജ് ക്രൈസ്റ്റ് കിംഗ് സ്കൂൾ ക്യാമ്പ് തുറന്നു. ഇവിടെ 2 കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൊടുപുഴയിൽ 2ഇടത്ത് മണ്ണിടിച്ചിലുണ്ടായി. പുളിയൻമല സംസ്ഥാന പാതയിൽ നാടുകാണി ചുരത്തിന് കാറിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ കരിപ്പിലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഒരാൾ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നുള്ള വാർത്തകളും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മഴ കനത്തതോടെ മണപ്പാടി ചപ്പാത്ത് കവിഞ്ഞൊഴുകി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ ജില്ലാ കളക്ടർ രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി മലങ്കര ഡാമിലെ 4 ഷട്ടറുകൾ 1 മീറ്റർ വരെ ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൻ്റെയും അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം വന്നിരിക്കുകയാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്ത് നിന്നും ലക്ഷദ്വീപ് തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി മഴക്കെടുതിയിൽ 4 പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുമുണ്ട്. അതേസമയം കോട്ടയത്ത് ലഘു മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യുന്നു. അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തുള്ള ആളുകൾ ആശങ്കയിലുമായിട്ടുണ്ട്. ലഘുമേഘ വിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള മഴയാണ് കോട്ടയം നഗരത്തിലടക്കം പെയ്യുന്നത്. ശക്തമായ ഇടിയോട് കൂടിയ മഴയാണ്. ഓടകൾ നിറഞ്ഞു കവിഞ്ഞു. റോഡിലടക്കം വെള്ളക്കെട്ടിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. റോഡുകളിലെ വെള്ളക്കെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്കും സാധ്യത ഉള്ളതിനാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലുള്ളത്. കേരളത്തിൽ ഈ ഒരു കാലവർഷത്തിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ടതാണ് അതിശക്തമായിട്ടുള്ള തീവ്രമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങളായിട്ടുള്ള ബോട്ട്, അതുപോലെ തന്നെ വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.